അയ്യോ എന്റെ പൊന്നു മോളെ, ഓ എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ മോളെ. എന്റെ ഇത്ര നാളത്തെ പ്രാർത്ഥന ഒറ്റയടിക്ക് ഇങ്ങനെ സഫലമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ പൊന്നു മോളെ. ശരി അമ്മമ്മേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ ഒരു വെടിക്ക് ആ പാറുപക്ഷിയും പ്രിയപക്ഷിയും ഒരുമിച്ചാ പറന്നു പോയിരിക്കുന്നേ. എന്നാലും എന്റെ മോളെ, അവളുമാരിത് എങ്ങോട്ടായിരിക്കും പുറപ്പെട്ടു പോയിട്ടുണ്ടാവുക? ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു വരുമോ? എവിടുന്ന് തിരിച്ചു വരാൻ? അവരെ വല്ല പിച്ചക്കാരും തട്ടിക്കൊണ്ടു പോയി ഇങ്ങോട്ടെ. ഇനി ഭിക്ഷാടന മാഫിയക്കാരുടെ കൈകളിലായിരിക്കും അവര്. ഇങ്ങനെ പിച്ച എടുത്ത് വല്ലതും തരണേ അമ്മാന്നും പറഞ്ഞ് ചിലപ്പോ ഇതുവഴി വരുമായിരിക്കും. അപ്പൊ കാണാം നമുക്ക്. ഇനി ഇങ്ങോട്ടൊന്നും കയറി വരണ്ട. ഇപ്പൊ എവിടെയാണുള്ളതെന്ന് ചാടെ തന്നെ നിന്നോട്ടെ. ഒരു കാലത്ത് ഇങ്ങോട്ട് വരാതെ നാ ഇനി. ബാക്കിയുള്ള രണ്ടെണ്ണത്തിനും കൂടി ഇവിടെ നടുവ് കെട്ടിക്കാം. അതുങ്ങളെ കൂടെ കൊണ്ടോയിക്കോട്ടെ. ഇതുപോലെ തന്നെ നമ്മൾ നിന്നാലേ താമസിയാതെ ആ മൂന്നാമത്തെ ചെക്കനെയും അതേപോലെ തന്നെ സുലു ആന്റീനെയും നമുക്ക് ഇവിടുന്ന് കെട്ടിക്കാം അമ്മമ്മേ. അമ്മമ്മ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാ മതി. അയ്യോ, ഞാൻ മോളെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നത്. ഇത്ര കൊല്ലായിട്ട് ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം മോള് വന്നതിൽ പിന്നെ നടന്നത്. അമ്മമ്മേ, നമുക്ക് ഈ സന്തോഷം പായസം കുടിച്ച് ആഘോഷിച്ചാലോ? പായസം മാത്രം ആക്കുന്ന എന്തിനാ മോളെ? അമ്മമ്മ മോക്കെ ബിരിയാണി ഉണ്ടാക്കി തരാം, പായസം ഉണ്ടാക്കി തരാം. കൊറേ നാളായി അമ്മ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇത്ര നാളായിട്ട് എനിക്ക് ബിരിയാണി കിട്ടിയില്ല കേട്ടോ അമ്മമ്മേ. അന്നൊക്കെ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ലേ മോളെ? ഇപ്പൊ അതൊക്കെ നീങ്ങിയല്ലോ. ഇനി നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പറയുന്നതായിരിക്കണം ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാം. അങ്ങനെ നമ്മള് പറയുന്ന എന്നെ നടക്കണമെങ്കിലേ ആ സുലു ആന്റീനെയും ആ മറ്റേ ചെക്കനില്ലേ വലിയേറി വന്നവൻ അവനെയും കൂടി ഇവിടുന്ന് പുറത്താക്കണോ അമ്മമ്മേ? അത് മോള് പറഞ്ഞത് ശരിയാ. നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇതുങ്ങളെ പുറത്താക്കിയ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ അവരെയും പുറത്താക്കാം മോളെ. എന്നാലേ അമ്മമ്മ പോയിട്ട് പെട്ടെന്ന് തന്നെ ബിരിയാണി പായസം ഉണ്ടാക്കി കൊണ്ടുവരാം. വേഗം വേണം. ആ പായസം കിട്ടിയിട്ട് വേണം എനിക്ക് ആ ചെക്കന്റെ മുന്നിൽ കൂടെ അവനെ നുണപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുടിക്കാൻ. പ്രിയും പാറുവേ പോയ സങ്കടത്തിലില്ലേ ആ ചെക്ക ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലെ കുടിച്ചില്ലല്ലോ. മാമി പറയുന്ന കേട്ടാ ഞാൻ. എന്തൊരു സ്നേഹമല്ല അമ്മമ്മേ. അങ്ങനെയാണെങ്കിലേ അവൻ പട്ടിണി എടുത്ത് ചാവത്തേ ഉള്ളൂ. എന്നാ പിന്നെ അവന്റെ ശല്യം കൂടി തീർന്നു കിട്ടിയാനെ അല്ലേ മോളെ? അപ്പു, മക്കളൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ പറയുന്ന കേക്ക്. വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ, ഇല്ലെങ്കിൽ കുഞ്ഞ് ക്ഷീണിച്ചു പോവും. വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. എന്റെ ചേച്ചിമാരെ കാണാതെ എനിക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് മക്കളെ. എത്രയും പെട്ടെന്ന് ചേച്ചിമാരെ കണ്ടുപിടിക്കും. അതുവരെ കുഞ്ഞൊന്നും കഴിക്കാതിരുന്ന കുഞ്ഞാകെ ക്ഷീണിച്ചു പോവില്ലേ? പൊക്കോട്ടെ, ക്ഷീണിച്ചു പൊക്കോട്ടെ. അപ്പുക്കുട്ടന്റെ ചേച്ചിമാരെ കാണണം. എന്റെ ചേച്ചിമാരെ ഇവിടുന്ന് ഓടിച്ചിട്ട് ആ അച്ഛമ്മയും മിലിമോളും ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അവരെന്താ അമ്മ ഇറക്കി വിടാത്തെ? അവരിവിടുന്ന് ഇറക്കി വിടാൻ അമ്മയ്ക്ക് കഴിയ കുഞ്ഞെ. അച്ഛനും അമ്മയും തമ്മിൽ തന്നെ വഴക്കായത് കുഞ്ഞ് കണ്ടതല്ലേ. ഇപ്പം ചേച്ചിമാര് പോയതിനു ശേഷം അച്ഛൻ പിന്നെയും ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിയത്. ഈ സമയത്ത് അമ്മ എന്ത് ചെയ്യാനാ? മോനെങ്കിലും അമ്മ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ല, എനിക്ക് വേണ്ട. ഞാൻ ഒന്നും കഴിക്കൂല. മോനെ ഇങ്ങനെ വാശി പിടിച്ച് അമ്മേനെ കൂടുതൽ സങ്കടത്തിലാക്കല്ലേ. എന്താ സുലു? ഒന്നുമില്ല. സുലു, നിനക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. എന്റെ മക്കളെ ഒന്ന് കണ്ടാ മതി എനിക്ക്. സുലു, നമ്മുടെ മക്കൾക്ക് ഒരു ആപത്തും പറ്റിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അവര് ഊട്ടിയിലുണ്ട്. പ്രിയമോളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, വീണ. മോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ നമുക്ക് വെക്കേഷന് അവിടെ പോകണം, ഒരാഴ്ച അവിടെ പോയി നിന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെ. ആ വീണമോളുടെ വീട്ടിലാ അവരുള്ളത് ഇപ്പോ. സത്യാണോ ഏട്ടാ ഈ പറയുന്നേ? അതെ, പോലീസുകാർ പറഞ്ഞാണ്. മാത്രമല്ല CCTVയും ഫുട്ടേജും ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. പിള്ളേർ അവിടെ സുരക്ഷിതരായി എത്തിയിട്ടുണ്ട്. ഊട്ടിയിലെ പോലീസുകാർ പോയി വീട്ടിൽ അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ കൊണ്ട് ഇങ്ങോട്ട് ഫോൺ വിളിപ്പിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ വിളിക്കും അവര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാം. അപ്പോ മോനെ, നീ കേട്ടില്ലേ നിന്റെ ചേച്ചിമാർക്ക് ഒരേ അബദ്ധം പറ്റിയിട്ടില്ലാന്ന്? ഇനിയെങ്കിലും മോൻ വന്ന് ഭക്ഷണം കഴിക്കേ. ഇല്ല, ചേച്ചിമാര് വരട്ടെ എന്നാലേ ഞാൻ കഴിക്കൂ. മോനെ അപ്പു, അച്ഛൻ പറയുന്നത് കേൾക്കടാ. നീ വന്ന് ഭക്ഷണം കഴിക്കേ. നമുക്ക് ഇപ്പൊ തന്നെ ചേച്ചിമാരുടെ അടുത്ത് പോവാം. വേണ്ട, അച്ഛൻ എന്നോട് മിണ്ടണ്ട. എനിക്ക് അച്ഛന് ഇഷ്ടമല്ല. അച്ഛന് കാണണ്ട. എനിക്ക് അച്ഛൻ അടിച്ചിട്ടാ എന്റെ ചേച്ചിമാര് പോയത്. പാവം എന്റെ ചേച്ചിമാര്. ഒന്നും ചെയ്തില്ല പറഞ്ഞല്ലേ. അച്ഛമ്മ എല്ലാം കള്ളം പറഞ്ഞതൊക്കെ അച്ഛൻ സത്യമെന്ന് വിചാരിച്ചില്ലേ? എന്റെ ചേച്ചിമാരെ തല്ലിയില്ലേ വടികൊണ്ട്? വേദനിച്ചിട്ട് അവര് പോയെ. ക്ഷമിക്കടാ മോനെ, അച്ഛനൊരു അബദ്ധം പറ്റിയതല്ലേ. ഇനി അച്ഛൻ ഒരിക്കലും മക്കളെ അടിക്കത്തില്ല. ഇപ്പൊ മോൻ വന്ന് ഭക്ഷണം കഴിക്കി. ഇല്ലേ അച്ഛന് സങ്കടാവേ. വേണ്ട, എന്റെ ചേച്ചിമാരെ കാണാതെ ഞാൻ ഒന്നും കഴിക്കില്ല. നാശം, പൈപ്പിലെ വെള്ളം തീർന്നല്ലോ. ഇനിയിപ്പോ കോരേണ്ടി വരും കിണറ്റി പോയിട്ട്. എന്നാലും സാരമില്ല. ആ മാരണങ്ങൾ വീട് വിട്ട് പോയതല്ലേ. ആ സന്തോഷത്തിൽ കുറച്ച് വെള്ളം അങ്ങ് കോരിയേക്കാം. ഇന്ന് മഴ പോലും ഇല്ല. ആ മാരണങ്ങൾ പോയതില്ലേ പ്രകൃതിക്ക് വരെ സന്തോഷമുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് എന്തൊരു നല്ല കാലാവസ്ഥ ഇവിടെ. മൊത്തത്തിലൊരു സുഖം. എന്റെ ചേച്ചിമാരെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് സന്തോഷം നിൽക്കാണല്ലേ. ശരിയാക്കി തരാം ഈ അപ്പുക്കുട്ടെ. ആ നാശം പിടിച്ച പിള്ളേരെ കണ്ട് കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഗോപാലനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. അവന് വല്ല ആവശ്യമുണ്ട് ഇതിന്റെയൊക്കെ? പോയതുങ്ങൾ ആ വഴിക്ക് അങ്ങ് പോയിന്ന് വെച്ചാ പോരെ. പിന്നാലെ നടക്കാണ് സുലുവിന്റെ തലയണ മന്ത്ര. അവള് വീണ്ടും എന്റെ മോന്റെ മനസ്സ് മാറ്റുന്നതിന് മുന്നേ അവരെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണം. മിലിമോള് പറഞ്ഞ പോലെ. അതെങ്ങാനും നടന്ന എന്റെ ഈശ്വരാ. അയ്യോ, ചേച്ചിമാരെ പുറത്താക്കാൻ നോക്കിയതല്ലേ. കാണിച്ചു തരാം ഈ അപ്പുക്കുട്ടിയുടെ പവർ എന്താന്ന്. കാണിച്ചു തരാം ഈ അപ്പുക്കുട്ടെ. മോനെ അപ്പു, എന്താടാ എന്ത് പറ്റി? ആരാ ഇവിടുന്ന്
ഇപ്പഴാ സന്തോഷമായത്, മനസ്സിനൊരു തൃപ്തി വന്നത്. എന്റെ പിള്ളേരെ ഇവിടെ ഓടിക്കാൻ വേണ്ടി ചില്ലറ കളികളൊന്നുമല്ല ഈ തള്ള കാണിച്ചു കൂട്ടിയത്. അപ്പൊ ഞാനേ എടുത്ത് ഇവരെ കിണറ്റിലിടേണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മോനായിട്ട് അത് ചെയ്തല്ലോ, നന്നായി. അയ്യോ സോലു, എന്നാലും നീ പോയിട്ടെ ഓടിപ്പോയി ഒരു കോണി എടുത്തു വാ, നമുക്ക് അമ്മയെ രക്ഷിക്കാം. എന്തിന് തള്ള ഇതിൽ തന്നെ കിടക്കട്ടെ, അതാവുമ്പോ വീട്ടിൽ ഇച്ചിരി സമാധാനം സൗകര്യം ഉണ്ടാവും. പാടെ പൊന്നു മോനെ, അമ്മ പായസം വെച്ച് തരാം കുഞ്ഞിന്. അമ്മയുടെ പൊന്ന് മുത്താണടാ നീ, മുത്ത്. സോലു ഏണി. പിന്നെ ആ സാധനത്തിന് സ്ഥിരമായിട്ട് ആ കിണറ്റിലിട്ട് അടയ്ക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോഴല്ലേ ഞാൻ അവരെ രക്ഷിക്കാൻ ഏണി കൊണ്ടുവരുന്നത്. വാ അപ്പൊ കൂട്ടാ, അമ്മ ഈ പായസം ഉണ്ടാക്കി തരാം. തടുത്തിട്ട് വയ്യടാ, നല്ല തടുത്ത വെള്ളാടാ. ഞാനിപ്പോ മരവിച്ച് പോവേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. അമ്മയെ കിടന്ന് ബഹളം വെക്കല്ലേ, ഞാൻ ആരെങ്കിലും സഹായത്തിന് കിട്ടാൻ നോക്കട്ടെ. അമ്മേന്റെ സ്വഭാവം വെച്ച് ഈ നാട്ടിൽ നിന്നല്ല അടുത്ത നാട്ടിൽ നിന്ന് പോലും ഒരാൾ വരില്ല. എന്നാലും പായസം ഉണ്ടാക്കാൻ പോയ എന്റെ അമ്മമ്മക്ക് ഈ ഗതി വരുന്നല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക്. ആ ചെക്കന്റെ പണിയാ മോളെ, മൂന്നാമത്തെ ഒരു സൽപുത്രനെ ദത്തെടുത്ത് വളർത്തുന്നില്ല എന്റെ മോനെ. ആ ലക്ഷണം കെട്ടവനാ എന്നെ കിണറ്റിലേക്ക് പിടിച്ച് തള്ളിയത്. അവൻ തള്ളാൻ വന്നപ്പോ അമ്മമ്മ എന്ത് നോക്കി നിൽക്കായിരുന്നു? അവനെ എടുത്ത കിണറ്റിലേക്ക് ഇട്ടുടായിരുന്നു അമ്മമ്മക്ക്. അതിന് ഈ കുരുത്തം കെട്ടവന്ന് എന്റെ പിറകിൽ നിന്ന് ഞാൻ കണ്ടില്ല മോളെ. ആ പാറും പ്രിയയും പോയ സന്തോഷത്തിൽ ഞാൻ അങ്ങ് മതി മറന്ന് നിൽക്കായിരുന്നു, പരിസരമൊക്കെ മറന്നിട്ട്. ആ സമയത്താണ് അവൻ വന്ന് പിറകെ കൂടെ എന്റെ കാല് വാരിയത്. അല്ലാത്ത കഷ്ടായി പോയി. എന്തായാലും പായസം കുടിക്കാന്ന് കരുതി വായ ഒരുക്കി വെച്ച് നിൽക്കേനി ഞാൻ. അപ്പോഴാണ് എന്തോ വീണ സൗണ്ട് കേട്ട് നോക്കിയത്. ഞാൻ വരുമ്പോണ്ട് മാമി ആ ചെക്കനും കൂടി ഹാളിലിരുന്ന് ഭയങ്കര ചിരിയും കളിയും ഒക്കെ. ഞാൻ ഓർത്ത് ആ പിള്ളേര് തിരിച്ചു വന്നോന്ന്. പിന്നെയാണ് അമ്മമ്മേന്റെ കരച്ചിൽ കേട്ടത്. അപ്പൊ വന്ന് നോക്കുമ്പോ അല്ലേ കിണറ്റിൽ വീണ് കിടക്കുന്നത് പൊത്തോന്ന്. ആ എന്ത് പറയാനാ മോളെ, വല്ലാത്ത വീഴ്ചയായി പോയി. ആ പിന്നെ അമ്മമ്മ അറിഞ്ഞോ, ആ പാറും പ്രിയല്ലേ, അവര് ഊട്ടിയിലുള്ളത്. ആ പ്രിയന്റെ ഏതോ ഫ്രണ്ട് ഉണ്ടല്ലോ ഊട്ടിയില്, അവിടേക്ക് രണ്ടും കൂടി ഒളിച്ചോടി പോയിരിക്കുന്നത്. അപ്പൊ അവരെ കണ്ടുകിട്ടിയ മോളെ? കണ്ടുകിട്ടി. നമ്മുടെ പ്ലാനൊക്കെ വെറുതെ ആവുന്ന ലക്ഷണം ഉണ്ട് അമ്മമ്മേ. മാമനും മാമിയും കൂടി ഇപ്പൊ തന്നെ അവരെ കൂട്ടാൻ ഊട്ടിക്ക് പോവുക. ഊട്ടിക്കോ? അതെ ഊട്ടിക്ക്. ഒരാഴ്ച കഴിഞ്ഞ് ഊട്ടി മുഴുവൻ കറങ്ങിയിട്ടേ വരൂന്നൊക്കെ മാമി ആരോടൊക്കെയോ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ട്. മോളെ ആ ഊട്ടി യാത്ര എന്ത് വില കൊടുത്ത് നമുക്ക് മുടക്കണം മോളെ. അവരങ്ങനെ ഒരുമിച്ച് ഊട്ടിക്ക് പൊക്കൂടാ. അത് നമ്മൾ എന്ത് ചെയ്യാനാ അമ്മമ്മേ? അമ്മമ്മയുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ഇതേ ട്രിപ്പ് ഇട്ട് പോലും കഴിഞ്ഞിട്ടില്ല. അമ്മമ്മക്ക് നല്ല തല കറങ്ങിയില്ലായിരുന്നോ? അതുകൊണ്ടാ ട്രിപ്പ് ഒക്കെ ഇട്ട് ഇവിടെ കിടത്തിയത്. 2 ദിവസം ഇവിടെ അഡ്മിറ്റ് ആണെന്നാ ഡോക്ടർ പറഞ്ഞേ. ഇല്ല, എന്റെ തലകറക്കും തലവേദനയും ഒക്കെ മാറി. എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകണം. നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോഴേക്ക് അവർ ഊട്ടിയിൽ എത്തിക്കാണോ അമ്മമ്മേ? ഇല്ല മോളെ, മോളെ പോയി ഡോക്ടറെ വിളിക്ക്. എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ആവണം. അത് നമ്മൾ പറയുമ്പോൾ ഒന്നും ഡോക്ടർ കേൾക്കൂല അമ്മമ്മേ. എന്നാലും ഞാൻ ഇവിടെ വയ്യാണ്ട് കിടക്കുമ്പോ ഊട്ടിക്ക് പോകാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു എന്റെ മോനെ? മാമന് വരാൻ ഇവിടെ ഒരു നേഴ്സിനെ ഏർപ്പാടാക്കിന് മാമൻ. ഇല്ല മോളെ, ഞാൻ എന്തായാലും ഇത് സമ്മതിക്കില്ല. അങ്ങനെ നമ്മളില്ലാതെ അവർ ഊട്ടി പോയി അടിച്ച് പൊളിക്കണ്ട. നമുക്ക് പോണം അവരുടെ കൂടെ. എന്തിന്? അവരെ ഊട്ടിയിൽ കറങ്ങാൻ പോവല്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ നമുക്കും അതുപോലെ തന്നെ പോവാം. അതിന് അവര് നമ്മളെ കൊണ്ടുപോകില്ല അമ്മമ്മേ. ഒന്നാമത് അവർക്ക് നമ്മളെ കണ്ടുകൂടാ, പിന്നെ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവുക. നമുക്ക് വേറൊരു വണ്ടി എടുത്തിട്ട് അവരുടെ പിറകെ വെച്ച് പിടിക്കാം മോളെ. അതിന് അമ്മമ്മേനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കണ്ട ആദ്യം? വേണ്ട, നമുക്ക് ഇവിടുന്ന് ചാടി പോവാം മോളെ, ആരും കാണാതെ. ഇത് വല്ലതും നടക്കും എന്റെ അമ്മമ്മേ? ഇതിലും വലിയ കടമ്പ ചാടി കടന്നവളാണ് ഞാൻ. എനിക്കിതൊന്നും ഒരു പുത്തിരിയല്ല മോളെ. നമുക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് മുങ്ങണം. എന്നാ ശരി, ഊട്ടി എങ്കിൽ ഊട്ടി. ഒരു ട്രിപ്പ് എങ്കിലും ആവല്ലോ. അവിടുന്നെങ്കിലും ഒരു പായസം ബിരിയാണി തിന്നാനുള്ള യോഗം ഉണ്ടായാ മതിയായിരുന്നു. മോളെ ഡോക്ടർ വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? തലകറക്കൊക്കെ കുറഞ്ഞില്ലേ? കുറഞ്ഞു ഡോക്ടറെ, എനിക്കിപ്പോ ഒരു അസുഖമില്ല. എന്നെ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യൂ ഡോക്ടറെ. ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യാനോ? അതെന്തായാലും വേണ്ട, 2 ദിവസം ഇവിടെ കിടക്കൂ. അയ്യോ ഡോക്ടറെ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഊട്ടി പോണായിരുന്നു. ഈ അവസ്ഥയിൽ ഊട്ടിയിലേക്കോ? അല്ല, അത് പിന്നെ ഡോക്ടറെ, എനിക്ക് ഇവിടെ കിടന്നിട്ട് ആകെ ബുദ്ധിമുട്ടാവുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ പോകണം. ഞാൻ അവിടെ പോയി നല്ലോണം റെസ്റ്റ് എടുത്തോളാം ഡോക്ടറെ. അതൊന്നും ശരിയാവില്ല. നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ നൽകാനുള്ളതല്ലേ. അപ്പൊ എങ്ങനെയാ? രാത്രിയൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ട്. നിങ്ങൾ പോയാൽ എങ്ങനെ ശരിയാവും? ആ ഇഞ്ചക്ഷൻ ഒക്കെ ഞാൻ കൊടുത്തോളാം ഡോക്ടറെ. ഒരു സൂചി എടുത്ത് കുത്തുന്ന കാര്യമല്ലേ. ഞാനിത് എത്ര കണ്ടതാ. ഞാൻ ചെയ്തോളാം ഡോക്ടറെ. ഡോക്ടർ ഒന്ന് പെട്ടെന്ന് അമ്മാമേനെ ഡിസ്ചാർജ് ആക്കി താ. ഞങ്ങൾക്ക് ഊട്ടിയിലെത്തണോ, ഇപ്പൊ തന്നെ പോണോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഡിസ്ചാർജ് വേണം. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. നിങ്ങളുടെ മോനെ പ്രത്യേകം പറഞ്ഞതാ എന്നോട്, നിങ്ങളെ 2 ദിവസം ഇവിടെ കിടത്തി നോക്കണം, ഡിസ്ചാർജ് ഒന്നും ആക്കരുതെന്ന്. അത് ശരി, അപ്പൊ അവന്റെ വാക്കായിട്ടാണല്ലേ ഡോക്ടർ എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കുന്നത്. അവന് ഊട്ടിക്ക് ടൂർ പോകാൻ വേണ്ടിട്ടേ പെറ്റ തള്ളേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞവനാണ് അവൻ. അവന്റെ ഊട്ടി യാത്ര മുടക്കാതെ ഇനി എനിക്ക് വിശ്രമമില്ല. ഒന്നുകിൽ ഡോക്ടർ എനിക്ക് ഡിസ്ചാർജ് തന്നോ, ഇല്ലെങ്കിൽ ഞാൻ ചാടി പോവും.